RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934ഓളം വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025ഓടുകൂടി നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് PSC RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. ഹലോ ഫ്രണ്ട്സ്, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് പഠിക്കേണ്ട ഫിസിക്സ് എന്ന സബ്ജക്റ്റിലെ യൂണിറ്റ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ യൂണിറ്റ്സിൻ്റെ ടൈപ്സ്, രണ്ട് ബ്രോഡായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ്സ് വിച്ച് കനോട്ട് ബി ഡിറൈവ്ഡ് ഫ്രം എനി അതർ ക്വാണ്ടിറ്റീസ്. മറ്റ് ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റാത്ത യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടൈം എന്നുള്ളൊരു ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ നമ്മൾ സെക്കൻഡ്സ് യൂസ് ചെയ്യാറുണ്ട്, അവർ യൂസ് ചെയ്യാറുണ്ട്. ഇതൊന്നും നമുക്ക് മറ്റ് യൂണിറ്റ്സിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ മാസ് അല്ലെങ്കിൽ ലെങ്ത്ത്, ടെമ്പറേച്ചർ, ഇതിൽ നിന്നൊന്നും മെഷർ ചെയ്ത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മറ്റ് ക്വാണ്ടിറ്റീസിൽ നിന്നും അല്ലെങ്കിൽ യൂണിറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റാത്ത യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളാണ് മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത് മറ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏരിയ. അപ്പം നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയ ലെങ്ത്തിനെ തമ്മിൽ മൾട്ടിപ്ലൈ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് ഏരിയ. അതേപോലെ തന്നെ സ്പീഡ്, ഫോഴ്സ്, ഇവയെല്ലാം മറ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതേപോലത്തെ ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇനി ഇതല്ലാതെ മറ്റൊരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പല യൂണിറ്റ്സിനും ഉണ്ട്. 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് നമ്മൾ സ്കൂളിലായാലും പഠിച്ചിട്ടുണ്ട്. CGS സിസ്റ്റം, MKS സിസ്റ്റം ആൻഡ് FPS സിസ്റ്റം. അപ്പോൾ ഇതും ക്വസ്റ്റ്യനിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് RRB എക്സാമിന്. CGS സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. CGS സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് ഗോസിയൻ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഈ സിസ്റ്റം പ്രകാരം ലെങ്ത്തിനെ മെഷർ ചെയ്യുന്നത് നമ്മൾ സെൻറ്റിമീറ്റർ എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. മാസ് മെഷർ ചെയ്യാൻ നമ്മൾ ഗ്രാം എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ടൈം മെഷർ ചെയ്യാൻ സെക്കൻഡ്സ് എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ MKS സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ MKS സിസ്റ്റത്തിൽ ടൈം സിമിലർ ആണ്. നമ്മൾ സെക്കൻഡ്സ് എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് ടൈം മെഷർ ചെയ്യുന്നത്. എന്നാൽ ലെങ്ത് മെഷർ ചെയ്യാൻ നമ്മൾ മീറ്റർ എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. മാസ് മെഷർ ചെയ്യാൻ കിലോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി MKS സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേര് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പം നമ്മൾ CGS സിസ്റ്റവും പറഞ്ഞു, MKS സിസ്റ്റവും പറഞ്ഞു. ഇനി നമുക്കുള്ളത് FPS സിസ്റ്റമാണ്. FPS സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇപ്പോൾ FPS സിസ്റ്റത്തിൽ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് ഫീറ്റ് അല്ലെങ്കിൽ ഫൂട്ട് എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. മാസ് മെഷർ ചെയ്യാൻ പൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ടൈം മെഷർ ചെയ്യാൻ സെക്കൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ 3 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് പഠിച്ചു. CGS, MKS ആൻഡ് FPS. ഈ 3 എണ്ണത്തിലും ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡ്സ് എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. മാസ് മെഷർ ചെയ്യാനും ലെങ്ത് മെഷർ ചെയ്യാനുമാണ് വ്യത്യാസം വരുന്നത്. ഇനി ഇത് ഓർക്കാനും അല്ലെങ്കിൽ പഠിക്കാനും എളുപ്പമാണ്. കാരണം ഈ FPS എന്ന ടേമിൽ തന്നെ നമുക്ക് ലെങ്ത്തും മാസും മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റാണ് അതിൽ വരുന്നത്. F ഫോർ ഫുട്ട്, P ഫോർ പൗണ്ട് ആൻഡ്
എസ് ഫോർ സെക്കൻഡ്സ്. അതേപോലെ തന്നെ MKSലും CGSലും അത് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സും പല റീജിയൻ വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പല റീജിയനിലും പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വേൾഡ് വൈഡ് ഒരു ഒറ്റ കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വേണം എന്ന ആവശ്യം വന്നപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഓർ SI സിസ്റ്റം. ഈ SI സിസ്റ്റത്തിൽ നമുക്ക് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ്, ഇതിൻ്റെ യൂണിറ്റ്സും സിമ്പലും ഏതൊക്കെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പം SI സിസ്റ്റത്തിൽ മാസിനെ മെഷർ ചെയ്യാൻ നമ്മൾ കിലോഗ്രാം എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് kg എന്ന സിമ്പിളാണ്. ഇനി ലെങ്ത്തിനെ മെഷർ ചെയ്യാൻ നമ്മൾ മീറ്ററാണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ m എന്ന ആൽഫബറ്റ് യൂസ് ചെയ്ത് അതിനെ ഡിനോട്ട് ചെയ്യാം. ടൈം മെഷർ ചെയ്യാൻ സെക്കൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. S എന്നുള്ള ആൽഫബറ്റാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഇത്രയും വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും SI സിസ്റ്റം കുറേയൊക്കെ MKS സിസ്റ്റത്തിന് സിമിലറാണ്. ഇനി കറണ്ട് എന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ് SI സിസ്റ്റത്തിൽ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആംപിയർ എന്ന യൂണിറ്റാണ്. ആംപിയർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ A യൂസ് ചെയ്തിട്ടാണ്. ഇനി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് കെൽവിൻ എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ക്യാപിറ്റൽ K ആണ് ഇതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന SI യൂണിറ്റാണ് മോൾസ്. മോൾസിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ MOL ആണ്. ഇനി മറ്റൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കാൻഡല എന്ന യൂണിറ്റാണ് SI സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. CD എന്ന സിമ്പിൾ യൂസ് ചെയ്ത് അതിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഇത്രയായിരുന്നു ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇനി ഇതുകൂടാതെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സൂടെ SI സിസ്റ്റത്തിനുണ്ട്. ഒന്ന് റേഡിയൻ. നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ, അതും പ്ലെയിൻ ആയിട്ടുള്ള ആംഗിൾസിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഈ റേഡിയൻ. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബുക്കിൻ്റെ സർഫസ് അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ പുറമേ നമ്മളൊരു ഷേപ്പ് വരയ്ക്കുവാണെങ്കിൽ അതിലുള്ള ഒരു ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ ഇതെല്ലാം പ്ലെയിൻ ആംഗിൾസ് ആണ്. ഈ പ്ലെയിൻ ആംഗിൾസിനെ മെഷർ ചെയ്യാനാണ് റേഡിയൻ യൂസ് ചെയ്യുന്നത്. ഇനി സോളിഡ് ആംഗിൾ ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ ആംഗിൾ, ഇപ്പോൾ നമ്മളൊരു കോണിക്കൽ ഷേപ്പ് എടുക്കുവാണ്, ഒരു കോൺ എടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു സ്പിയർ എടുക്കുവാണ്, അപ്പോൾ അതിനുള്ളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ഒരു സോളിഡ് ആംഗിളാണ്. അപ്പോൾ അതിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് സ്റ്റെറീഡിയൻ. അപ്പോൾ ഈ 2 റേഡിയൻ ആൻഡ് സ്റ്റെറീഡിയൻ ആണ് 2 സപ്ലിമെൻ്ററി ആംഗിൾസ് SI സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാതെ കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില യൂണിറ്റ്സ്, അതിൻ്റെ തമ്മിൽ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൺവേർഷൻസ് അതുകൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ലെങ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കിലോമീറ്റർ. ഇപ്പോൾ ഈ കിലോമീറ്റർ നമ്മൾ എത്ര മീറ്ററാണ്, കാരണം SI സിസ്റ്റത്തിലെ നമ്മൾ മീറ്റർ അല്ലെങ്കിൽ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ മീറ്റർ എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടേംസിൽ നമ്മൾ കിലോമീറ്ററിനെ എഴുതുവാണെങ്കിൽ 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റേഴ്സ്. ഇനി ഹെക്ടോമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് 100 മീറ്റേഴ്സിനെയാണ്. ഡെക്കാമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് 10 മീറ്റേഴ്സിനെയാണ്. മീറ്റർ നമുക്കറിയാം, ഇറ്റ് ഇസ് SI യൂണിറ്റ് ഫോർ മെഷറിംഗ് ലെങ്ത്. ഇനി ഡെസിമീറ്റർ എന്ന് പറയുന്നത് 0.1 മീറ്റേഴ്സാണ്. അതായത് 1 മീറ്റർ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമീറ്റർ കിട്ടും. സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0.01 മീറ്റേഴ്സാണ്. അതായത് 10⁻⁻² മീറ്റേഴ്സ്. ഇനി മില്ലിമീറ്റർ എന്ന് പറയുന്നത് 0.001 മീറ്റേഴ്സാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കൺവേർഷൻ റേറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയും ലോങ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാനായിട്ട്, അതായത് നമ്മൾ പ്ലാനറ്റ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസസ് എന്ന് പറയുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അത് നമുക്ക് കിലോമീറ്റേഴ്സ് കണക്കിലൊക്കെ മെഷർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് വലിയ വാല്യൂസാണ്. അപ്പോൾ ഇതിനെയൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 യൂണിറ്റ്സ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആൻഡ് ലൈറ്റ് ഇയേഴ്സ്. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് റെഫേഴ്സ് ടു ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സൺ. നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ, അതിൻ്റെ മീൻ ആവറേജ് ഡിസ്റ്റൻസിൻ്റെ ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് വിൽ ബി റഫ്ലി ഈക്വൽ ടു 1.5 × 10⁻11 മീറ്റേഴ്സ്. ഇതിനെയാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1.5 × 10⁻11 മീറ്റേഴ്സ്. ഇനി ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ലൈറ്റ് ഇയർ എന്ന യൂണിറ്റാണ്.
അപ്പം പല സ്റ്റാർസ് തമ്മിൽ, അതായത് നമ്മുടെ സൂര്യന് മറ്റൊരു സോളാർ സിസ്റ്റം തമ്മിൽ, അങ്ങനെ സോളാർ സിസ്റ്റംസ് തമ്മിൽ, അങ്ങനെ പല സോളാർ സിസ്റ്റംസ് തമ്മിൽ അല്ലെങ്കിൽ സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന ലൈറ്റ് ഇയർ എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ലൈറ്റ് ഇയർ എന്ന യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്യൂം ഇൻ 1 ഇയർ. ഇപ്പോൾ ലൈറ്റ് വാക്യൂമിൽ കൂടെ ട്രാവൽ ചെയ്യുന്നു, ഒരു വർഷം എത്ര ഡിസ്റ്റൻസ് വാക്യൂമിൽ കൂടെ ട്രാവൽ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഒരു ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഇയറിൻ്റെ വാല്യൂ, 1 ലൈറ്റ് ഇയറിൻ്റെ വാല്യൂ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റഫ്ലി ഈക്വൽ ടു 9.5 × 10⁻15 മീറ്റേഴ്സ്. അപ്പോൾ സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ലൈറ്റ് ഇയർ എന്ന യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 വാല്യൂസ് ഓർത്തോളൂ, ആസ്ട്രോണമിക്കൽ യൂണിറ്റിൻ്റെയും ലൈറ്റ് ഇയറിൻ്റെയും വാല്യൂസ് ഒന്ന് ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ലെങ്ത് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അതേപോലെ വാല്യൂസ് നമ്മൾ കിലോഗ്രാം, kg, mm, അപ്പോൾ ഈ യൂണിറ്റ്സ് തമ്മിലുള്ള കൺവേർഷൻ റേറ്റ്സ് അതൊന്ന് അറിഞ്ഞിരിക്കാനായിട്ടുള്ള ഈ ഒരു ടേബിളൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ടെറ എന്ന പ്രിഫിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ് SI വാല്യൂവിൻ്റെ കൂടെ തന്നെ നമുക്ക് 10⁻12 എന്ന വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യേണ്ടപ്പോഴാണ്. അപ്പോൾ ടെറ 10⁻12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമാണ്. ഗിഗ എന്ന ടേം നമുക്ക് വരുന്നത് നമ്മുടെ SI യൂണിറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ SI സ്റ്റാൻഡേർഡ് വാല്യൂവിൻ്റെ കൂടെ 10⁻9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഗിഗ എന്ന ടേം യൂസ് ചെയ്യുന്നത്. മെഗാ എന്ന ടേം നമ്മൾ യൂസ് ചെയ്ത് 10⁻6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടപ്പോഴാണ്. കിലോ എന്ന ടേം യൂസ് ചെയ്യേണ്ടത് 10⁻3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഡെസി യൂസ് ചെയ്യുന്ന 10⁻1, സെൻറ്റി യൂസ് ചെയ്യുന്ന 10⁻2, മില്ലി യൂസ് ചെയ്യുന്ന 10⁻3, മൈക്രോ 10⁻6, നാനോ 10⁻9 ആൻഡ് പിക്കോ എന്ന് പറയുന്ന 10⁻12 എന്ന ടേം നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂവിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടപ്പോഴാണ്. അപ്പോൾ ഈ വാല്യൂസും ഇതിൻ്റെ പ്രിഫിക്സുകളും എത്ര എന്നുള്ളതുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കണം. ഇനി നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചില കോമൺ യൂണിറ്റ്സ് നോക്കാം. അപ്പോൾ 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻6 കിലോഗ്രാംസ്. 1 ഗ്രാം ഇസ് ഈക്വൽ ടു 10⁻3 കിലോഗ്രാംസ്. ഇനി 1 ക്വിൻറ്റൽ, നമ്മൾ സ്റ്റീലൊക്കെ മെഷർ ചെയ്യുന്നത് ക്വിൻറ്റൽ എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ 1 ക്വിൻറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാംസ്. ഇനി 1 ടൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാംസ്. ഇത്രയാണ് നമുക്ക് വെയിറ്റ് മെഷർമെൻറ്റ്സിൽ വരുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, അതിൻ്റെ യൂണിറ്റുകൾ, SI യൂണിറ്റുകൾ എന്താണ്, സിമ്പിൾസ് ഏതൊക്കെയാണ് എന്നത് 2 ടേബിൾ ഫോമാറ്റിൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു റേഡിയൻ എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. RAD എന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോളിഡ് ആംഗിൾ മെഷർ ചെയ്യാൻ സ്റ്റെറീഡിയൻ ഉണ്ട്. സ്റ്റെറീഡിയൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SR എന്ന ടേം യൂസ് ചെയ്തിട്ടാണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. ഹീറ്റ്, അതായത് amount ഓഫ് ഹീറ്റ്, എനർജി, വർക്ക്, ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് ജൂൾ എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. പവർ മെഷർ ചെയ്യുന്നത് വാട്ട് എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇലക്ട്രിക് ചാർജ് മെഷർ ചെയ്യാൻ കൂളംബ് എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അതായത് നമ്മൾ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ വോൾട്ട് എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് C വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. കപ്പാസിറ്റൻസിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഫറാഡ് എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഓം എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇലക്ട്രിക് കണ്ടക്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ സീമെൻസ് എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് മെഷർ ചെയ്യാൻ നമ്മൾ വെബർ എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ ടെസ്ല എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ ഹെൻറി എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി ഓഫ് എ റേഡിയോ ന്യൂക്ലിയർ, അതായത് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ബെക്കറൽ എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് മെക്കാനിക്കൽ ഹോഴ്സ് പവർ ആണ് ചോദിക്കുന്നതെങ്കിൽ പവറിൻ്റെ നമ്മൾ പറഞ്ഞു വാട്ടാണ് യൂസ് ചെയ്യുന്നത് യൂണിറ്റായിട്ട്. എന്നാൽ മെക്കാനിക്കൽ പവർ നമ്മൾ ഹോഴ്സ് പവറിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഒരു ഹോഴ്സ് പവറും വാട്ടും തമ്മിലുള്ള കൺവേർഷൻ റേറ്റ് കൂടെ അറിഞ്ഞിരിക്കണം. 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ട്സ്. ഇനി വേവ് ലെങ്ത് മെഷർ ചെയ്യുന്ന ആംസ്ട്രോങ് എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇനി പവർ ഓഫ് ലെൻസ്, നമ്മുടെ സ്പെക്ടക്കിൾസിൻ്റെയൊക്കെ പവർ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ലെൻസസിൻ്റെയൊക്കെ പവർ മെഷർ ചെയ്യുന്നത് ഡയോപ്റ്റർ എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. പവർ ഓഫ് ലെൻസ് ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡയോപ്റ്റർ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് യൂണിറ്റ്സ് എന്ന ടോപ്പിക്കിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറഞ്ഞു. CGS, MKS ആൻഡ് FPS സിസ്റ്റം പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറഞ്ഞു. അതിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, സപ്ലിമെൻ്ററി യൂണിറ്റ്സ്, അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ഡിറൈവ്ഡ് ആൻഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും അതിൻ്റെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് സിസ്റ്റം അതും പറഞ്ഞു. അതിൻ്റെ സിമ്പിൾസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934ഓളം വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെൻറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025ഓടുകൂടി നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് PSC RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.